Next question. Show that the set of all 2 by 3 matrix with the operation of matrix addition and scalar multiplication is a vector. അപ്പോൾ 2 by 3 മെട്രിക്സ് ആണ് എന്ന് പറഞ്ഞാൽ 2 റോയും 3 കോളവും ഉണ്ടാവും. ഇതാണ് 2 by 3 മെട്രിക്സ്. അപ്പം നമ്മൾ ഇതാ എ ഒരു 2 by 3 മെട്രിക്സ്, ബി ഒരു 2 by 3 മെട്രിക്സ്, സി ഒരു 2 by 3 മെട്രിക്സ്. എസും ടിയും സ്കെയിലറാണ്. അതൊരു റിയൽ നമ്പറാണെന്ന് വിചാരിച്ചാൽ മതി നിങ്ങൾ. അപ്പം എ പ്ലസ് ബി ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുക. എ പ്ലസ് ബി അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഈ വെക്ടർ കിട്ടും, ഈ മെട്രിക്സ് കിട്ടും. അതും ഒരു മെട്രിക്സ് ആണ്, ഒരു 2 by 3 മെട്രിക്സ് ആണ്. അപ്പം ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ രണ്ട് 2 by 3 മെട്രിക്സ് ആഡ് ചെയ്താൽ കിട്ടുന്നത് ഒരു 2 by 3 മെട്രിക്സ് ആണ്. ഇനി എ പ്ലസ് ബി എന്ന് പറയുന്ന മെട്രിക്സ് നോക്കുക. അതൊരു 2 by 3 ഇതാണ് കിട്ടുന്നത്, 2 by 3 മെട്രിക്സ്. ബി പ്ലസ് എയോ അത് ഇതാണ് കിട്ടുന്നത്. ഇത് രണ്ടും തുല്യമാണ്. അപ്പോൾ എന്താ? കമ്മ്യൂട്ടേറ്റീവ് ഓഫ് അഡീഷൻ എ പ്ലസ് ബി ഈക്വൽ ടു ബി പ്ലസ് എ ആണ്. ദെൻ അസോസിയേറ്റീവ് കണ്ടീഷൻ എ പ്ലസ് ബി പ്ലസ് സി ആണ്. അതാണ് ഇത് എ പ്ലസ് ബി പ്ലസ് സി. ഇതാണ് എ പ്ലസ് ബി പ്ലസ് സി. ഇതിനെ നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാം. അപ്പോൾ അതിനെ ഇങ്ങനെ മാറ്റി എഴുതാം. അപ്പോൾ ഇത് എ പ്ലസ് ബി പ്ലസ് സി ആണ്, ഇത് എ പ്ലസ് ബി പ്ലസ് സി ആണ്. അപ്പോൾ അസോസിയേറ്റീവ് ഓഫ് അഡീഷൻ അത് കറക്റ്റാണ്. ദെൻ 0 എന്ന് പറയുന്ന ഒരു 2 by 3 മെട്രിക്സ് എടുക്കുക. ഇതാണ് 0 എന്ന് പറയുന്ന 2 by 3 മെട്രിക്സ്. എ എന്ന മെട്രിക്സിന് 0 കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്നത് എന്തായിരിക്കും? എ തന്നെയാണ്. അപ്പം എ പ്ലസ് 0 ഈക്വൽ ടു എ. അപ്പം 0 മെട്രിക്സ് കിട്ടി. അഡിറ്റീവ് ഐഡന്റിറ്റി ഈ 0 മെട്രിക്സ് ആണ്. ദെൻ അഡിറ്റീവ് ഇൻവേഴ്സ് ഇത് എ എന്ന് പറയുന്ന മെട്രിക്സ്. മൈനസ് എ എന്ന് പറയുന്ന ഒരു 2 by 3 മെട്രിക്സ് എടുക്കുക. ഈ 2 by 3 മെട്രിക്സ്. ഇനി എ പ്ലസ് മൈനസ് എ എന്തായിരിക്കും? 0 കിട്ടും. അപ്പം 0 എന്ന് പറയുന്ന 2 by 3 മെട്രിക്സ് കിട്ടി. അപ്പം അഡിറ്റീവ് ഇൻവേഴ്സ് ഉണ്ട്. ഇനി നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ആണ് നോക്കുന്നത്. ഒരു എസ് എന്ന് പറയുന്ന ഒരു സ്കെയിലർ കൊണ്ട് എ മൾട്ടിപ്ലൈ ചെയ്യുക. എ എന്ന 2 by 3 മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ കിട്ടുന്നതോ അതൊരു 2 by 3 മെട്രിക്സ് ആണ്. അപ്പോൾ ക്ലോസ്ഡ് അണ്ടർ സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ. ദെൻ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടിയാണ് നോക്കണ്ടേ. എസ് ഒരു സ്കെയിലർ, അതിനെ എ പ്ലസ് ബി എന്ന് പറയുന്ന മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇത് കിട്ടി. ഇത് ഇങ്ങനെ കിട്ടും. ഇത് കിട്ടി. സിംപ്ലിഫൈ ചെയ്ത് നോക്കിയാൽ മതി. ഇത് കിട്ടി. അപ്പോൾ എന്താ? എസ് ഇൻറ്റു എസ് എ പ്ലസ് എസ് ബി എന്ന് പറയുന്നത് കിട്ടി. എസ് എ പ്ലസ് എസ് ബി ഉണ്ടോ? എസ് ഇൻറ്റു എ പ്ലസ് ബി ഈക്വൽ ടു എസ് എ പ്ലസ് എസ് ബി. എസ് ഒരു റിയൽ നമ്പറാണ്, ഒരു ഫീൽഡിലെ ഒരു സ്കെയിലറാണ്. ദെൻ അടുത്തത് നമുക്ക് നോക്കേണ്ടത് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ആണ്. ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ഇതാ എസ് പ്ലസ് ടി ഇൻറ്റു എ. അത് നമ്മൾ നോക്കുക. എസ് പ്ലസ് ടി അത് 2 by 3 മെട്രിക്സ് ആണ്. അത് സിംപ്ലിഫൈ ചെയ്താൽ എസ് എ പ്ലസ് ടി എന്ന് കിട്ടും. അപ്പോൾ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ഓഫ് അഡീഷൻ ഓഫ് സ്കെയിലേഴ്സ് അത് കിട്ടി. ഇനി അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഓഫ് സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ. അസോസിയേറ്റീവ് ഓഫ് സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ എസ് ഇൻറ്റു ടി ബൈ എ ഈക്വൽ ടു എസ് ടി ഓഫ് ഇൻറ്റു എ. എസ് ഇൻറ്റു ടി എ ഈക്വൽ ടു എസ് ടി ഇൻറ്റു എ. എസും ടിയും സ്കെയിലറാണ്. അപ്പം അസോസിയേറ്റീവ് ഓഫ് സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ കിട്ടി. അടുത്ത പ്രോപ്പർട്ടി 1 എന്ന് പറയുന്ന റിയൽ നമ്പർ എടുക്കുക. 1 ഇൻറ്റു എ. അപ്പോൾ ഇത് കിട്ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു എ. അപ്പം മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ഐഡന്റിറ്റിയും കിട്ടി. ഐഡന്റിറ്റി എലമെന്റ് ഏതാണ് ഇവിടെ? 1. മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി സ്കെയിലർ 1 എന്ന സ്കെയിലർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എ തന്നെ കിട്ടും. സിൻസ് ഓൾ 10 വെക്ടർ സ്പേസ് ആക്ഷൻസ് ആർ സാറ്റിസ്ഫൈഡ്, ദ സെറ്റ് ഓഫ് 2 by 3 റിയൽ മെട്രിക്സസ് വിത്ത് മെട്രിക്സ് അഡീഷൻ ആൻഡ് സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ ഫോം എ വെക്ടർ സ്പേസ് ഓവർ ആർ. ഇവിടെ സ്കെയിലർ എന്ന് പറയുന്നത് R ആണ്. ഫീൽഡ് എന്ന് പറയുന്നത് R ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 3. കൺസിഡർ V ഈക്വൽ ടു a0 പ്ലസ് a1x പ്ലസ് a2x സ്ക്വയർ. ഒരു പോളിനോമിയൽ ഓഫ് ഡിഗ്രി 2. ഇപ്പോൾ a2 0 ആണെങ്കിൽ പോളിനോമിയൽ ഡിഗ്രി 1 ആയിരിക്കും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ p2x എന്ന് പറയുന്നത്. p2x എന്ന് പറഞ്ഞാൽ എന്താ? സെറ്റ് ഓഫ് ഓൾ പോളിനോമിയൽ ഓഫ് ഡിഗ്രി
ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 അതൊരു വെക്ടർ സ്പേസ് ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. ഇതൊരു വെക്ടർ സ്പേസ് ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. സെറ്റ് ഓഫ് ഓൾ പോളിനോമിയൽ ഓഫ് V is the set of all polynomial of degree less than or equal to 2. 2 2 താഴെയുള്ളത് A2 ഈ A2 0 ആകുമ്പോൾ ഡിഗ്രി 1 ആവും. അതാണ് നമുക്ക് നോക്കണ്ടേ. അപ്പം നമ്മളിവിടെ അത് പ്രൂവ് ചെയ്യാൻ പോവാണ്. അപ്പം നമ്മൾ 3 പോളിനോമിയൽ എടുത്തു. 3 പോളിനോമിയൽ ഏതൊക്കെയാണ്? 3 പോളിനോമിയൽ എടുത്തു. PX QX RX എന്ന് പറയുന്ന 3 പോളിനോമിയൽ എടുത്തു. ദെൻ PX പ്ലസ് QX അതെന്തായിരിക്കും? ഈ PX എന്തായാലും ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലാണ്, QX ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലാണ്. അപ്പോൾ PX പ്ലസ് QX ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ കിട്ടി. ഇതാണ് 0x(x²). ഇനി കമ്മ്യൂട്ടേറ്റീവ് അഡീഷൻ, ഇപ്പം ക്ലോഷർ അണ്ടർ അഡീഷൻ ആണ്. ഇപ്പം നമ്മൾ PXും QXും സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലാണെങ്കിൽ PX പ്ലസ് QX ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലായിരിക്കും, ഡിഗ്രി 2. ദെൻ PX പ്ലസ് QX ഇത് കിട്ടി. അത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇതിനെ നമുക്ക് തിരിച്ചിടാം. ഇത് ആദ്യം എഴുതുക, ഇത് രണ്ടാമത് എഴുതാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ QX പ്ലസ് PX, അപ്പോൾ PX പ്ലസ് QX എന്തായി? QX പ്ലസ് PX ആയി. PX പ്ലസ് QX ഈക്വൽ ടു QX പ്ലസ് PX ആണ്. അപ്പോൾ കമ്മ്യൂട്ടേറ്റീവ് അഡീഷൻ ആണ്. ഇനി അസോസിയേറ്റീവ് പ്രോപ്പർട്ടി PX പ്ലസ് QX, ഇതാ PX പ്ലസ് QX പ്ലസ് RX അതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? അതിനെ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇതിൽ ഇതുപോലെ എഴുതാൻ പറ്റും. നെക്സ്റ്റ് ഇതുപോലെ എഴുതാൻ പറ്റും, ഇതുപോലെ എഴുതാൻ പറ്റും, ഇതുപോലെ എഴുതാൻ പറ്റും, ഇതുപോലെ എഴുതാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? PX പ്ലസ് QX പ്ലസ് RXനെ നമുക്ക് എന്ത് കിട്ടി? ഇങ്ങനെ കിട്ടി. അപ്പം PX പ്ലസ് QX അതൊരു ബ്രാക്കറ്റിൽ പ്ലസ് RX ഈക്വൽ ടു PX പ്ലസ് ബ്രാക്കറ്റിൽ QX പ്ലസ് RX എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ എന്താ? അസോസിയേറ്റീവ് ഓഫ് അഡീഷൻ. ദെൻ എക്സിസ്റ്റൻസ് ഓഫ് 0 എലമെന്റ്, ഇതാ 0 പ്ലസ് 0x പ്ലസ് 0x², ഇത് 0 പോളിനോമിയലാണ്. അപ്പോൾ PXന്റെ കൂടുതൽ ഈ 0 പോളിനോമിയൽ കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? PX തന്നെ കിട്ടും. അപ്പം എക്സിസ്റ്റൻസ് ഓഫ് 0 എലമെന്റ്. ദെൻ എക്സിസ്റ്റൻസ് ഓഫ് അഡിറ്റീവ് ഇൻവേഴ്സ്. ഇപ്പം PX ഇതാണെങ്കിൽ നമ്മൾ മൈനസ് PX എടുക്കുക, അതിൻ്റെ ഓരോ ടേമും നെഗറ്റീവായിട്ട് എടുക്കുക, അതാണ് മൈനസ് PX. അങ്ങനെയാണെങ്കിൽ PX പ്ലസ് മൈനസ് QX എന്തായിരിക്കും? 0x ആയിരിക്കും. 0 എലമെന്റ് കിട്ടി. അപ്പം ആ കണ്ടീഷനും 5th കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ദെൻ K ഇൻറ്റു PX നമ്മൾ ചെയ്ത് നോക്കുക. K ഇൻറ്റു PX എന്തായിരിക്കും? അതും ഒരു K ഇൻറ്റു PX അത് ചെയ്ത് കഴിയുമ്പോൾ ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലാണ് കിട്ടുക. അപ്പോൾ PX ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലാണെങ്കിൽ K ഇൻറ്റു PX ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലാണ്. അതുകൊണ്ട് ക്ലോഷർ അണ്ടർ സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ, അതാണ് ക്ലോഷർ അണ്ടർ സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ. ദെൻ നമ്മൾ നോക്കുന്നത് ഡിസ്ട്രിബ്യൂട്ടിവിറ്റി ഓഫ് സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ ആണ്. K ഇൻറ്റു PX പ്ലസ് QX നോക്കുക. K ഇൻറ്റു PX പ്ലസ് QX എന്തായിരിക്കും? K ഇൻറ്റു PX പ്ലസ് K ഇൻറ്റു QX എന്ന് കിട്ടി. ഇത് നിങ്ങൾ ഇത് എഴുതണം, ഈ സ്റ്റെപ്പ് എഴുതണം നിങ്ങൾ. വളരെ സിമ്പിൾ സ്റ്റെപ്പാണ്. K ഇൻറ്റു PX പ്ലസ് QX ഈക്വൽ ടു K ഇൻറ്റു PX പ്ലസ് K ഇൻറ്റു QX. അടുത്തത് ഡിസ്ട്രിബ്യൂട്ടിവിറ്റി ഓഫ് ഓവർ ഫീൽഡ് അഡീഷൻ. K പ്ലസ് M ഇതൊരു സ്കെയിലറാണ്. K പ്ലസ് M PX ഈക്വൽ ടു K ഇൻറ്റു PX പ്ലസ് M ഇൻറ്റു PX. അതാണ് ഡിസ്ട്രിബ്യൂട്ടിവിറ്റി ഓഫ് ഓവർ ഫീൽഡ് അഡീഷൻ. ദെൻ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഓഫ് സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ. K ഇൻറ്റു MPX ഈക്വൽ ടു K ഇൻറ്റു MPX ഈക്വൽ ടു KM ഇൻറ്റു PX. അത് നമ്മളിത് ഈ സ്റ്റെപ്പ് എഴുതണം നിങ്ങൾ. അപ്പോൾ എന്താ? അസോസിയേറ്റിവിറ്റി ഓഫ് സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ. ദെൻ 10th പ്രോപ്പർട്ടി, 1 എന്ന് പറയുന്ന റിയൽ നമ്പർ എടുക്കുക. 1 എന്ന് പറയുന്നത് 1 ഇൻറ്റു PX അത് PX തന്നെയായിരിക്കും. അപ്പം ഈ 10 കണ്ടീഷനും ഈ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സെക്കൻഡ് ഡിഗ്രി PX എന്ന് പറയുന്ന ലെസ് ദാൻ ഓർ ഈക്വൽ ടു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ എന്ത് ചെയ്യും?
ഒരു വെക്ടർ സ്പേസിന്റെ എല്ലാ ആക്സിംസും കറക്റ്റ് ആണെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് എന്താണ് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ഒരു വെക്ടർ സ്പേസ് ആണ്. അതാണ് നമ്മളിപ്പോൾ പ്രൂവ് ചെയ്തത്. കണ്ടോ? V is the set of all polynomial degree less than or equal to 2 is a vector space.